നമുക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം, നമ്മളൊരിക്കലും നമുക്ക് ദൈവം ചെയ്ത നന്മകളും നമ്മളെ എവിടെ ഇരുത്തിയേക്കുന്നത്, നമ്മളെ ദൈവം എങ്ങനെ മാനിച്ചേ, ഇതൊന്നും നമ്മൾ ഓർക്കത്തില്ല. നമ്മൾ മറ്റുള്ളവരെ വെച്ച് നമ്മളെ കമ്പയർ ചെയ്യും. എന്നുവെച്ചാൽ ഭൗതികമായ കാര്യങ്ങൾ. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. മറിയയും ജോസഫും കൂടെ യേശുവിനെ സമർപ്പിക്കാൻ ദേവാലയത്തിൽ പോയി. ജോസഫിന്റെ കൈക്കകത്ത് 2 കുഞ്ഞു പ്രാവിന്റെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. മറിയയുടെ തോളത്താരുണ്ടായിരുന്നു? യേശു കിടപ്പുണ്ട്. ഇവരെങ്ങോട്ടാ കയറിപ്പോന്നേ? ജെറുസലേം ദേവാലയത്തിലേക്കാണ് കയറിപ്പോകുന്നത്. യേശുവിനെ കൊണ്ട് പോകുമ്പം ജോസഫിന്റെ കയ്യിൽ സമ്പന്നന്മാരോട് കൂടെ നിൽക്കാനുള്ള കാളക്കുട്ടിയില്ല, ധനവാന്മാരോടൊപ്പം നിൽക്കാനുള്ള ആട്ടുകൊറ്റനെ ഇല്ല. ശരിക്കും അവരുടെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടാകാം, ഞങ്ങളുടെ കയ്യിൽ ഈ കുറുപ്രാവിൻ്റെ കുഞ്ഞല്ലേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്കൊരു സത്യം അറിയോ? ആ മറിയത്തിൻ്റെ തോളിൽ കിടക്കുന്ന കുഞ്ഞില്ലേ, അതിൻ്റെ കുഞ്ഞിനാവൊന്ന് അനക്കിയാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവനാണ് ആ തോളിൽ കിടക്കുന്നേ. ഒരു ഭാഗത്ത് നമ്മളിലുള്ള ഇല്ലായ്മകളെയും വല്ലായ്മകളെയും നമ്മൾ തിരയുമ്പോൾ, മറുഭാഗത്ത് ആരുടെയും കയ്യിലില്ലാത്തൊരു സമ്പത്ത്, ആർക്കും ലഭിച്ചിട്ടില്ലാത്ത വലിയൊരു സമ്പത്ത് നിന്റെ കയ്യിലുണ്ട് എന്ന സത്യത്തെ നീ വിസ്മരിച്ചു കളയരുത്.